ജോലി സമ്മർദ്ദത്തെ തുടർന്ന് പൂനെയിൽ കുഴഞ്ഞു വീണ് മരിച്ച എറണാകുളം കങ്ങരപ്പടിയിലെ അന്ന സെബാസ്റ്റിൻ്റെ വീട്ടിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവും അതുപോലെ മന്ത്രി പി രാജീവും ഹൈബി ഈഡനും എത്തിയിട്ടുണ്ട്. അമ്മയുമായിട്ട് അവർ സംസാരിക്കുകയാണിപ്പോൾ. കങ്ങരപ്പടിയിൽ നിന്ന് ശ്രീകാന്ത് നമുക്കൊപ്പം ചേരുന്നു. ഒരുപക്ഷെ ഈ അമ്മ അയച്ച കത്താണ് ENY എന്ന സ്ഥാപനത്തെ ഇപ്പോൾ പിടിച്ചു കുലുക്കിയിരിക്കുന്നത്. ജോലിഭാരം കൊണ്ട് തൻ്റെ മകൾക്ക് അന്ത്യം സംഭവിക്കുകയായിരുന്നു എന്നാണ്. ഇനി ഒരു മകൾക്കും ആ വേദന ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഈ അമ്മ പറയുന്നത്. ആദ്യം ഈ മരണത്തെ ENY ഗൗരവമായി എടുത്തിട്ടില്ല എന്നാണ് ഇന്നലെ പിതാവ് നമ്മോട് പറഞ്ഞത്. മന്ത്രി പി രാജീവ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, IB ഈഡൻ MP ഇവരൊക്കെ തന്നെ ഇപ്പോൾ ഈ വീട്ടിലുണ്ട്. അവർ അമ്മയും അച്ഛനുമായിട്ടും സംസാരിക്കുന്ന ദൃശ്യമാണ് തത്സമയം ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ശ്രീകാന്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീകാന്ത്, വിശദാംശങ്ങൾ. ഉറക്കമില്ലാതെ ഒരുപാട് മണിക്കൂറുകൾ ജോലി ചെയ്യേണ്ടി വന്ന ഒരു IT വിദഗ്ധ, ENYയിലെ ഉദ്യോഗസ്ഥ, എറണാകുളം കങ്ങരപ്പടിയിലെ അന്ന സെബാസ്റ്റിൻ്റെ മരണം അപ്രതീക്ഷിതമായിരുന്നു. അവരെ ആശ്വസിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവും മന്ത്രി പി രാജീവും അതുപോലെ IB ഈഡനും അവിടെ എത്തിയിരിക്കുന്നത്. ശ്രീകാന്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീകാന്ത്, ഈ അമ്മ അവരോട് കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയാണോ? എന്താണ് വിവരങ്ങൾ? ഇപ്പോൾ പ്രതിപക്ഷ നേതാവും മന്ത്രി പി രാജീവും ഹൈബി ഈഡൻ MPയും ഇപ്പോൾ ആ മാതാപിതാക്കളെ കാണുകയാണ്. തങ്ങളുടെ മകൾക്ക് സംഭവിച്ച ദാരുണമായ സംഭവം അതവർ ജനപ്രതിനിധികളോട് വിവരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്, മകൾ എന്താണ് തങ്ങളോട് പറഞ്ഞിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മാതാപിതാക്കൾ ഇപ്പോൾ മന്ത്രിയോടും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനോടും ഒക്കെ പറയുന്നുണ്ട്. അവർക്ക് ഇത് ഏതെങ്കിലും തരത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതിനല്ല അവരിപ്പോൾ ിക്കുന്നത് അതവർ മന്ത്രിയോടും പ്രതിപക്ഷ നേതാവിനോടും ഒക്കെ പറയുന്നുണ്ട്. അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഇനി ഒരാൾക്കും ഈ അവസ്ഥ വരരുത് എന്നുള്ളതാണ്. അതിനുവേണ്ടി നിയമനിർമ്മാണം അടക്കം ഉണ്ടാകണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഈ അന്നയുടെ അമ്മ കഴിഞ്ഞ ദിവസം EY കമ്പനിക്ക് അയച്ച മെയിലിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇനിയൊരു കുട്ടിക്ക് കൂടി, ഇനിയൊരു അവിടുത്തെ ജീവനക്കാർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് കൂടി ഈ ഒരു അവസ്ഥ വരരുത്, അതിന് പരിഹാരം ഉണ്ടാകണം, അതിന് കേന്ദ്ര സർക്കാർ ഇടപെടണം, അതിൽ നിയമനിർമ്മാണം വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. പിന്നെ അവരുടെ വിഷമങ്ങൾ അവർ തുറന്നെഴുതിയിട്ടുണ്ട്. തന്റെ മകൾ 18 മണിക്കൂറിലേറെ ജോലി ചെയ്തിരുന്നു എന്നുള്ള കാര്യം അവർ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ രാത്രിയിലൊക്കെ തന്നെ വലിയ തോതിൽ ബുദ്ധിമുട്ടിച്ചുള്ള ഷിഫ്റ്റ് ഉണ്ടായിരുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരാൾ പോലും അന്ന മരിച്ചതിന് ശേഷം ഫ്യൂണറലിന് വീട്ടിലേക്ക് വന്നില്ല എന്ന വിഷമവും അവർ തുറന്നെഴുതുകയുണ്ടായ കത്തിൽ. ഇപ്പോൾ ഈ സംഭവം നടന്നതിന് ശേഷം ഇതാദ്യമായി, ഈ സംഭവം വിവാദമായതിനു ശേഷം ഇതാദ്യമായി ജനപ്രതിനിധികൾ ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അവരിപ്പോൾ സംസാരിച്ച ദൃശ്യങ്ങളാണ് കണ്ടത്. അവർ സംസാരിച്ചതിന് ശേഷം ജനപ്രതിനിധികൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. മാധ്യമങ്ങളോട് അവർ സംസാരിക്കും. ഇപ്പോൾ മന്ത്രി പുറത്തേക്ക് വരികയാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജോലിഭാരം കൊണ്ട് തളർന്നു വീണ് മരിച്ചു എന്ന് വിശ്വസിക്കുന്ന കങ്ങരപ്പടിയിലെ അന്ന സെബാസ്റ്റിൻ്റെ വീട് പ്രതിപക്ഷ നേതാവ് VD സതീശനും മന്ത്രി പി രാജീവും IB ഈഡൻ MPയും സന്ദർശിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അമ്മയും അച്ഛനും അവരുടെ കാര്യങ്ങൾ തിരക്കിയിരുന്നു. അവസാനം കണ്ണീരോടെ ഈ ജോലി വിടുന്ന കാര്യമൊക്കെ സംസാരിച്ചു.